നരേന്ദ്രമോദിയുടെ കുപ്പായത്തിലെ ഓരോ പൊൻതൂവലുകളും പൊഴിഞ്ഞു പോകുകയാണ്. ഇനി ആ പഴയ 2014 തന്ത്രങ്ങൾ പയറ്റിയത് കൊണ്ടൊന്നും ഇന്ത്യയെ നരേന്ദ്രമോദിയുടെ കുപ്പായ കീശയിലാക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. അതാണ് പ്രശാന്ത് കിഷോർ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ്റെ മുന്നേറ്റത്തിലൂടെ ഇപ്പോൾ രാജ്യത്തിന് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും 5 ഘടകങ്ങളാണ് BJPയെ ബങ്കിപ്പൂരിൽ തോൽപ്പിച്ചു വിട്ടത്. ആ ഓരോ ഘടകവും കാണിക്കുന്നത് BJPയുടെ അടിത്തറ ഇളക്കുന്നു എന്ന് തന്നെയാണ്. ജൻസികൾ സമരത്തിനായി ജന്തർ മന്ദറിൽ ഇറങ്ങിയപ്പോൾ മോദിയോ അമിത്ഷായോ കരുതിയില്ല 12 വർഷങ്ങൾക്കിപ്പുറം ഒരു വ്യാഴവാട്ടക്കാലത്തിനപ്പുറം തങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രി, അതും BJPയിലെയും RSSലെയും പ്രമുഖ നേതാവ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്നുള്ള കാര്യം. എന്നാൽ സംഭവിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് ഈ രാജ്യം കണ്ടത്. അതിനു പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP തകർന്നടിയുന്നതാണ് കണ്ടത്. അതോടുകൂടി നരേന്ദ്രമോദിക്കൊന്നും ചെയ്യാനാവുന്നില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. പഴയ മതജാതി കാർഡുകളൊന്നും ഇറക്കിയിട്ട് ഒരു കാര്യവുമില്ല, എവിടെയും യേശൊന്നുമില്ല. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമടക്കം ഉയർത്തിക്കാട്ടിയവർ ജനങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾ തന്നെ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. BJPയെ ഞെട്ടിച്ചുകൊണ്ട് ബാങ്കിപ്പൂരിൽ പ്രശാന്ത് കിഷോർ വിജയം കൊയ്തതിന് പിന്നിലെ ഒന്നാമത്തെ കാരണം പ്രമുഖ പാർട്ടികളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലുണ്ടായ കടുത്ത വിള്ളലുകളാണ്. BJPയുടെയും RJDയുടെയും പരമ്പരാഗത വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടായിരിക്കുന്നു. കായസ്ഥ വിഭാഗം മാത്രമാണ് BJPക്കൊപ്പം ഉറച്ചു നിന്നത് എന്നതിൽ നിന്ന് വ്യക്തമാകുന്നു. ബാക്കി ഭൂരിഭാഗം വോട്ടർമാരും ജൻസ്വരാജ് പാർട്ടിക്ക് അനുകൂലമായി, പ്രശാന്ത് കിഷോറിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. രണ്ടാമതായി പ്രശാന്ത് കിഷോറിൻ്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹം നേരിട്ട് നടത്തിയ വീടാന്തരമുള്ള ശക്തമായ പ്രചരണവുമാണ്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ നിന്ന് ജനകീയ നേതാവിലേക്ക് മാറിയ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയും നേരിട്ടുള്ള സമ്പർക്കവും വോട്ടർമാരിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബങ്കിപ്പൂരിലെ കടുത്ത പ്രാദേശിക ഭരണവിരുദ്ധ വികാരമാണ്. ജനപ്രതിനിധികളുടെ മോശം പ്രവർത്തനത്തിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും മടുത്ത നഗരവാസികൾ ജൻസ്വരാജിനെ ഒരു വ്യക്തമായ രാഷ്ട്രീയ ബദലായി സ്വീകരിക്കുകയായിരുന്നു. നാലാമതായി പരമ്പരാഗത ജാതി സമവാക്യങ്ങൾക്കതീതമായി ലഭിച്ച ജനപിന്തുണയാണ്. പഴയ ജാതിബോധങ്ങളെയും പാർട്ടി വിഭജനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് യുവാക്കളും നഗരത്തിലെ മധ്യവർഗ കുടുംബങ്ങളും പ്രശാന്ത് കിഷോറിന് പിന്നിൽ ഉറച്ചു നിന്നു. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രചരണ തന്ത്രങ്ങളിലുണ്ടായ വൻ വീഴ്ചകളാണ്. പ്രശാന്ത് കിഷോറിൻ്റെ പ്രാദേശികവും ജനകീയവുമായ തന്ത്രങ്ങളെയും വാദങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ BJPക്കോ RJD നയിക്കുന്ന സഖ്യത്തിനോ സാധിച്ചില്ല എന്നുള്ളതാണ്. പഴയ വർഗീയ ജാതി കാർഡുകൾക്കിനി സ്ഥാനമില്ല ഈ രാജ്യത്ത് എന്നും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്ത ഏത് വൻ ശക്തിക്കും ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നതിൻ്റെയും വളരെ കൃത്യമായ തെളിവാണ് ബാങ്കിപ്പൂരിൽ കണ്ട പ്രശാന്ത് കിഷോറിൻ്റെ വിജയം.